ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അൽഫാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളൊരു യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തിട്ടാണ് ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത്. വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ആളുടെ ചാനലിൻ്റെ പേര്, അത്ര ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ. കറക്റ്റായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അതുപോലെ ആളെ തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നതും. ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിന് പൊടിച്ച് ചേർക്കേണ്ട മസാലക്കൂട്ടങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 2 ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, പിന്നെ ഏലക്ക, കുരുമുളക്, പിന്നെ മല്ലി, ഫുള്ളായിട്ടുള്ള മല്ലി, പിന്നെ ജീരകം, പിന്നെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വറ്റൽമുളകും നിങ്ങൾക്കൊരു 3-4 എണ്ണം ചേർക്കാം. നമ്മുടെ എല്ലാം അത് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മളിനി നന്നായിട്ട് വറക്കാൻ പോവുകയാണ്. അടുപ്പ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാല ഇല്ലേ, അത് നമുക്ക് മസാലയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലൂടെ നിങ്ങൾക്ക് ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഇതിലൂടെ ചൂടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ സ്റ്റൗവിൽ നിന്ന് അത് എടുത്തിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകില്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ പാനിൽ ചൂട് കൊണ്ടത് ചൂടായാൽ മതി എന്ന് ഓർത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല അത് പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റം കൂടെ പൊടിക്കാനുണ്ട്, അരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ 2 സവോള, 2 ടൊമാറ്റോ, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര സാധനം കൂടെ കൂടി നമുക്കൊന്ന് അരച്ചിട്ട് വരാവേ. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇടാം. അരപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിടാവേ. ഇനി കുറച്ച് ഉപ്പിടാം. ഇനി നമ്മളാണെങ്കിൽ വരഞ്ഞ് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചിക്കനെ നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാവേ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചതിൽ ഒരു പകുതി മസാലകൾ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മസാല നമ്മൾ വേണ്ടാന്ന് വെച്ചു, കാരണം അല്ലെങ്കിൽ ഒരുപാട് അധികമായി പോകും. നമ്മൾ ആ പകുതി മസാലയിൽ ഇതെല്ലാം ചിക്കൻ 6 പീസ് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഒന്ന് കീപ്പ് ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ മസാലകൾ നല്ലപോലെ പിടിക്കത്തുള്ളേ. അൽഫാമിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുപ്പ് കൂട്ടുന്ന പരിപാടിയാണ്. നമ്മൾ വെളിയിൽ വെച്ചാണ് അടുപ്പ് കൂട്ടുന്നത്. നമ്മൾ ഈ സിമെൻറ്റ് കട്ട വെളിയിൽ നിന്ന് പറമ്പിൽ നിന്ന് ചുമന്നുകൊണ്ട് വേണം. ശരിക്കും ടയേർഡായിട്ടോ. ഈ കാണുന്ന പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ആരോഗ്യം വരുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ. ഭയങ്കര ടഫായിരുന്നു എനിക്കിത് കൊണ്ടുവരാൻ. എന്നാണെങ്കിലും കഷ്ടപ്പെടാൻ നമ്മൾ ഇത് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, വേറെ യൂട്യൂബർ റെഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന്, വില്ലേജ് ഫുഡ് ചാനൽ. അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഒരിക്കലും പൊടികളും കാര്യങ്ങളും എടുക്കരുത് കേട്ടോ. അവർ കുറച്ച് ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ അൽഫാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സാധനമാണേ. നമ്മൾ അടുപ്പൊക്കെ കൂട്ടി ഇനിയിപ്പോൾ നമുക്ക് കനലുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിരട്ടയെല്ലാം പറക്കി വെച്ച് കനലുണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അത് ഞങ്ങൾ കാണിക്കാവേ. ഫാം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷേ ഈ കല്ല് വിറക്കി വെച്ച് അടുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടപ്പെട്ട പാട്. നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ത്രികോണത്തിൽ ഇത് വെച്ചിട്ട് ചിരട്ടകൾ പറക്കി വെക്കുകയാണ്. തീ കത്താൻ പാടില്ല, കനലായിട്ട് കിടന്ന് അങ്ങനെയാണ് ഇത് കുക്കാവുന്നത്. പിന്നെ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ഗ്രില്ലുണ്ടല്ലോ,
ആ സംഭവം വെച്ചിട്ട് അതിൻ്റെ അളവിന് വേണം നമ്മളത് അടുപ്പ് സെറ്റ് ചെയ്തെടുക്കുക. ലുലുന്ന് മേടിച്ചാണ്. ലുലു തുടങ്ങിയ ടൈമിൽ കോട്ടയത്തെ ലുലുന്ന് എനിക്ക് തോന്നിയതാണ്ട് 350 രൂപ അങ്ങനെ എന്താണ് എൻ്റെ പ്രൈസെന്ന് തോന്നുന്നു. നമ്മൾ ചൂട്ടൊക്കെ വെച്ച് കത്തിച്ചു. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അളവ് നോക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഇപ്പം കുറച്ചുകൂടെ കല്ലിറക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സാധനവും കൂടെ നമുക്ക് വെന്ത് കിട്ടത്തില്ല. ഇങ്ങനെ കത്തരുത്, ഇത് നമ്മൾ കനലുണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തീ കത്തിച്ചു. ഇനി ഇത് കനലാവണം, എന്നാൽ മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ തന്നെ തീയിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തത് അപ്പോൾ കരിഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കനലാക്കിയതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് കനലാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് തീ കത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് കെടുത്തു. എത്രയും തീ നമുക്ക് ആവശ്യമില്ല. തീ ഇങ്ങനെ ചെറുതായിട്ട് കെടുത്തി വിടുവാണ്. നമ്മൾ ചിക്കന് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ക്ലിപ്പിട്ട് കൊടുക്കാം. പക്ഷെ നമുക്കിപ്പം കണ്ണി പുകയടിക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഇങ്ങനെ ഫൈനലി നമ്മൾ സാധനം ക്ലിപ്പിട്ട് കൊടുത്തു, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ക്ലിപ്പ് ചെയ്തെടുത്തു. ഇനി ഒരു സൈഡ് ഫുള്ള് നമുക്ക് വെന്ത് കിട്ടുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചാണ് നമ്മൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു ടെൻഷനിൽ. അങ്ങനെ അവസാനം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ കനൽ കുറവായതുകൊണ്ട് നമുക്ക് ഏകദേശം 1 അവറിന് മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.